ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ലോഗോസ് ക്വിസിലേക്ക് സ്വാഗതം. നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മൾ നോക്കുന്ന വചനഭാഗം ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈ വചനഭാഗം ഈശോയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ചോദ്യം 1. ഇസ്രായേൽക്കാർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ മധ്യത്തിൽ നിന്നും ആരെയാണ് ഉയർത്തിയത്? ന്യായാധിപന്മാരെ. ന്യായാധിപന്മാർ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? യുദ്ധവീരന്മാരായിട്ട്. ഇസ്രായേൽക്കാർ ആരെയാണ് മറന്നത്? ദൈവമായ കർത്താവിനെ. അവർ ആരാധിച്ച അന്യദേവന്മാർ ബാൽ ദേവനും അശോര പ്രതിഷ്ഠകളും. കർത്താവ് ഇസ്രായേൽ വിമോചകനായി ആരെയാണ് നിയമിച്ചത്? ഹനന്യാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ. എത്ര നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം? 12. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ജനത്തിൽ ആരോടാണ് കർത്താവ് പറഞ്ഞത്? യൂദായോട്. ന്യായാധിപന്മാർ 1 മുതൽ 4 പ്രകാരം യൂദാ യുദ്ധം ചെയ്തപ്പോൾ ദൈവം ആരെയാണ് അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്? ഹനന്യരെയും പെരിസ്യരെയും. ബെസാക്കിൽ വെച്ച് യൂദാ ആരോടാണ് യുദ്ധം ചെയ്തത്? അദോണി ബെസാക്കിനോട്. ഹെർബോണിൻ്റെ പഴയ പേര് കിര്യാത്ത് അർബ. ദബേറിൻ്റെ പഴയ പേര് കിര്യാത്ത് സേഫർ. അക്സയുടെ പിതാവ് കാലബ്. ഒത്നിയേൽ പിടിച്ചെടുത്ത ദേശം കിര്യാത്ത് സേഫർ. ഒത്നിയേൽ കാലബിൻ്റെ ആരാണ്? കാലബിൻ്റെ ഇളയ സഹോദരൻ്റെ പുത്രൻ. അക്സയുടെ ഭർത്താവ് ഒത്നിയേൽ. അക്സ കാലബിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു വയൽ. നെഹബിൽ താമസിക്കുന്നതുകൊണ്ട് അക്സ പിതാവിനോട് എന്തുകൂടി ആവശ്യപ്പെട്ടു? നീർച്ചാലുകൾ. മോശയുടെ അമ്മായിയപ്പൻ്റെ പേര് കെനന്യൻ. മോശയുടെ പിൻഗാമികൾ ഈന്തപ്പനയുടെ നാട്ടിൽ നിന്നും എവിടെയാണ് പോയത്? നെഹബിൽ. ആരദിന് സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക്. യൂദാ ശിമെയോൻ സഹോദരന്മാർ യുദ്ധം ചെയ്ത് വിജയിച്ച നഗരത്തിന് നൽകിയ പേര് ഹേർമ. യൂദാ കൈവശപ്പെടുത്തിയ മറ്റ് ദേശങ്ങൾ ഗാസ, അസ്കലോൺ, എക്രോൺ. ബെഞ്ചമിൻ ഗോത്രത്തിനോടൊപ്പം ജെറുസലേമിൽ ഇന്ന് വസിക്കുന്നത് ആര്? ജബൂസ്യർ. ജോസഫിൻ്റെ ഗോത്രം ഏത്? ജോസഫിൻ്റെ ഗോത്രം ഏത് ദേശത്തോടാണ് യുദ്ധം ചെയ്തത്? ബേഥേലിന്. ബേഥേലിൽ അറിയപ്പെടുന്ന പേര് ലൂസ്. ഇസ്രായേൽക്കാർ പ്രബലപ്പെട്ടപ്പോൾ ആരാണ് അടിമവേല ചെയ്തത്? കനന്യർ. എഫ്രയീം ഗോത്രം ഡാഷ് നിവാസികളായ കനന്യരെ പുറത്താക്കിയില്ല. ഗസൻ. ഏത് ഗോത്രത്തോടാണ് തദ്ദേശികളായ കനന്യരുടെ ഇടയിൽ വസിച്ചത്? അശോർ ഗോത്രം. ആരുടെ അതിർത്തി വരെയാണ് സേല മുതൽ അക്രീം കയറ്റം വരെ? അമേന്യരുടെ. കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്നും എവിടെയാണ് പോയത്? ബെക്കിമിലേക്ക്. ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ബെക്കിം. 2-ാം അധ്യായത്തിൽ 2-ാം ശീർഷകത്തിൽ ഏത്? ജോഷുവയുടെ മരണം. ജോഷുവയെ അടക്കിയത് എവിടെ? തിമ്നത്ത് സേറായിൽ. ഗാഷ് പർവ്വതത്തിൻ്റെ വടക്ക് എഫ്രയീം മലനാട്ടിലുള്ള സ്ഥലം തിമ്നത്ത് സെറ. ഇസ്രായേൽ ജനത്തിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ അവർ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? കവർച്ചക്കാർക്ക്. ഓരോ ന്യായാധിപന്മാർ മരിക്കുമ്പോഴും ഇസ്രായേൽ ജനം എന്തു ചെയ്തു? അന്യദേവന്മാരെ സേവിച്ചു. അവരുടെ പിന്നാലെ പോയി. ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ഇസ്രായേൽ
ശത്രുക്കളുടെ മുൻപിൽ നീക്കിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ഇസ്രായേലിനെ പരീക്ഷിക്കാൻ. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചിരുന്നത് ആരാണ്? ഇസ്രായേൽ ജനം. അമോര്യരുടെയും അമലേക്യരുടെയും കൂടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത് ആര്? എഗ്ലോൺ. എഗ്ലോണിൻ്റെ അടിമകളായി 18 വർഷം ജീവിച്ച ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് ആരെയാണ് വിമോചകനായി നൽകിയത്? യഹൂദിനെ. എഗ്ലോണിനെ വധിച്ചത് ആര്? യഹൂദ്. യഹൂദിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഏത് കടവ് ആണ് പിടിച്ചെടുത്ത് മെഹബിൻ കീഴടക്കിയത്? ജോർദാൻ. യഹൂദിൻ്റെ കാലത്ത് എത്ര വർഷം ഇസ്രായേൽ സമാധാനത്തോടെ കഴിഞ്ഞു? 80 വർഷം. യഹൂദിൻ്റെ കാലശേഷം തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? ഹാസർ ഭരിച്ചിരുന്ന യാക്കോബിന്. യാക്കോബിൻ്റെ കാലത്ത് ആരാണ് ഇസ്രായേലിന് ന്യായപാലനം നടത്തിയത്? ലെപിലോത്തിൻ്റെ ഭാര്യ ദെബോറ. റാമയ്ക്കും ബേഥേലിനും ഇടയ്ക്കുള്ള സ്ഥലം എബ്രീം മലനാട്. എബ്രീം മലനാട്ടിൽ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഇരുന്ന് ന്യായപാലനം നടത്തിയ ദെബോറ ആരെ ആണ് ആളയച്ച് വരുത്തിയത്? അബിനോമിൻ്റെ മകൻ ബറാക്കിനെ. ആരാണ് യാക്കോബ് രാജാവിൻ്റെ സേനാധിപതി? സിസേറ. കർത്താവ് സിസേറയെ ആരുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്നാണ് ദെബോറ ബറാക്കിനോട് പറഞ്ഞത്? ഒരു സ്ത്രീയുടെ കയ്യിൽ. ബറാക്കിൻ്റെ മുൻപിൽ വെച്ച് വാൽമുനയിൽ ചിതറി. സിസേറ രഥത്തിൽ നിന്നും ഇറങ്ങി എവിടെയാണ് അഭയം പ്രാപിച്ചത്? ഖെനന്യാഹേസറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ. സിസേറ മരിച്ചത് എങ്ങനെ? ജായേൽ സിസേറയുടെ ചെന്നിയിൽ ആണി അടിച്ചു കയറ്റി. ന്യായാധിപന്മാർ 5-ാം അധ്യായം. ഏത്? ദെബോറയുടെ കീർത്തനം. കർത്താവ് എവിടെ നിന്നും പുറപ്പെട്ടപ്പോഴാണ് ഭൂമി കുലുങ്ങിയതെന്ന് ദെബോറ പാടിയത്? സെയീറിൽ നിന്നും. ആരുടെ കാലത്താണ് സഞ്ചാരികളുടെ പോക്ക് നിലച്ച് യാത്രക്കാർ ഊടുവഴികൾ തേടിയത്? ഷംഗാറിൻ്റെയും ജായേലിൻ്റെയും കാലത്ത്. ഇസ്സാഖാറിൻ്റെ പ്രഭുക്കന്മാർ ആരോടു കൂടിയാണ് ചേർന്നത്? ദെബോറയോട്. ഇസ്സാഖാർ ആരോട് വിശ്വസ്തനായിരുന്നു? ബറാക്കിനോട്. സ്വന്തം ജീവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ജനം? സെബുലൂൺ. ഏത് ജലപ്രവാഹമാണ് സിസേറ സൈന്യത്തെ ഒഴുക്കിയത്? ഹിഷോൻ പ്രവാഹം. ആരെ ശപിക്കാനാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? മഹറോസിനെ. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ്? ജായേൽ. ആരെ ഭയന്നാണ് ഇസ്രായേൽ പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും നിർമ്മിച്ചത്? മിദ്യാൻകാരെ ഭയന്ന്. കർത്താവിൻ്റെ ദൂതൻ എവിടെയാണ് വന്നത്? ഓഫ്രീമിൽ. യോവാഷിൻ്റെ വംശം അബിനേസർ. യോവാഷിൻ്റെ പുത്രനാര്? ഹിദിയോൻ. ഈജിപ്തിൽ നിന്നും തങ്ങളെ കൊണ്ടുവന്ന കർത്താവ് ആണ് അന്ന് ഹിദിയോൻ കേട്ടത് ആരിൽ നിന്നും? പൂർവ്വ പിതാക്കന്മാരിൽ നിന്നും. ഹിദിയോൻ്റെ ഗോത്രം ഏത്? മാനസയുടെ ഗോത്രം. ഞാൻ നിന്നോട് കൂടെ ആയിരിക്കും, ഒരു ഒറ്റയാൻ എന്നതുപോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. ആരോട് പറഞ്ഞു? കർത്താവ് ഹിദിയോനോട്. ഹിദിയോൻ എന്താണ് കർത്താവിനോട് ആവശ്യപ്പെട്ടത്? ഒരടയാളം. കർത്താവിൻ്റെ ദൂതനെ കണ്ട സ്ഥലത്ത് തന്നെ ഹിദിയോൻ എന്തു ചെയ്തു? ബലിപീഠം പണിതു. ബലിപീഠത്തിന് എന്ത് പേരാണ് ഹിദിയോൻ ഇട്ടത്? യാഹ്വേ ഷാലോം. ആരാണ് ജെറുബ്ബാൽ? ഹിദിയോൻ്റെ സംഘവും ഏത് നീരുറവയ്ക്ക് സമീപമാണ് താവളമടിച്ചത്? ഹാരേദ്. ജലാശയത്തിലെത്തുന്ന ജനങ്ങളെ ആര് പരിശോധിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് തന്നെ. എത്ര പേരാണ് യുദ്ധത്തിന് പങ്കെടുത്തത്? 300 പേർ. ജനത്തിൽ നിന്നും എന്ത് ശേഖരിക്കാനാണ് പറഞ്ഞത്? കാഹളവും ഭരണികളും. എവിടെയായിരുന്നു മിദ്യാൻകാരുടെ താവളം? മോറിയ കുന്നിൻ്റെ താഴ്വാര.
ഗിദിയോൻ്റെ ഭൃത്യൻ പൂരാം. ഗിദിയോൻ താഴ്വരയിൽ എത്തിയപ്പോൾ ഒരാൾ സ്നേഹിതനോട് എന്താണ് പറഞ്ഞത്? സ്വപ്നം വിവരിക്കുകയായിരുന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ത്? യോവാഷിൻ്റെ പുത്രൻ ഗിദിയോൻ്റെ വാൾ. ഗിദിയോൻ്റെ സൈന്യം എന്താണ് പറഞ്ഞത്? കർത്താവിനും ഗിദിയോനും വേണ്ടി ഒരു വാൾ. സേറയെ ലക്ഷ്യമാക്കി ബെൽതഷാവരെയും തബത്തിൽ കൂടി അർമലേക്കിൻ്റെ അതിരുവരെയും ആരാണ് ഓടിയത്? മിദിയാൻ പട്ടാളം. ഗിദിയോൻ സൈന്യം പിടിച്ചെടുത്ത മിദിയാൻ പ്രഭുക്കന്മാർ ഓറബും സേബും. മിദിയാൻകാരെ തോൽപ്പിച്ചത് ആരുടെ വിജയമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്? കർത്താവിൻ്റെ. എവിടെയുള്ള ജനത്തോട് ആണ് ഗിദിയോൻ തൻ്റെ കൂടെയുള്ളവർക്ക് അപ്പം കൊടുക്കാൻ പറഞ്ഞത്? സുക്കോത്ത്. സേബയും സൽമുന്നായും കർത്താവ് തൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ കാട്ടിലെ കട്ടകാരം മുള്ളുകൊണ്ട് ദേഹം മാന്തിക്കീറുമെന്ന് ആരോടാണ് പറഞ്ഞത്? ഗിദിയോൻ സുക്കോത്തിലെ പ്രമാണിമാരോട്. സുക്കോത്തിലെ ചെറുപ്പക്കാരൻ ആ ദേശത്തിലെ എത്ര പ്രമാണിമാരുടെ പേരുകളാണ് ഗിദിയോന് എഴുതി കൊടുത്തത്? 77. താബോറിൽ വെച്ച് സേബയും സൽമുന്നായും വധിച്ചത് ആരാണ്? ഗിദിയോൻ്റെ സഹോദരന്മാരെ. ഗിദിയോൻ്റെ ആദിജാതൻ്റെ പേര് യാദർ. യുദ്ധത്തിൽ ജയിച്ച ഗിദിയോന് ഇസ്രായേൽ ജനം നീയും നിൻ്റെ പുത്രന്മാരും ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗിദിയോൻ എന്താണ് പറഞ്ഞത്? കർത്താവ് തന്നെ നിങ്ങളെ ഭരിക്കും. മിദിയാൻകാർ ഏത് വംശജരാണ്? ഇസ്മായേലർ. ഗിദിയോന് കിട്ടിയ സ്വർണ്ണ കുണ്ഡലത്തിൻ്റെ തൂക്കം എത്ര? 1700 ഷെക്കൽ. ഗിദിയോൻ സ്വർണം കൊണ്ട് എന്താണ് നിർമ്മിച്ചത്? ഏഫേദ്. ഗിദിയോൻ്റെ കാലത്ത് എത്ര വർഷം ഇസ്രായേലിൽ ശാന്തി ഉണ്ടായിരുന്നു? 40 വർഷം. ന്യായാധിപന്മാർ 9:29 പ്രകാരം ആര് എവിടേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്? യോവാഷിൻ്റെ പുത്രൻ ജെറുബ്ബാൽ. ഗിദിയോൻ എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 70. ഗിദിയോൻ ഉപനാരിയിലുണ്ടായ പുത്രൻ്റെ പേര് അബീമലേക്ക്. അബീമലേക്കിൻ്റെ അമ്മ വീട് എവിടെയാണ്? ഷെക്കീമിൽ. അബീമലേക്ക് രാജാവാകുന്നതിൽ താൽപ്പര്യപ്പെട്ട് അമ്മയുടെ ബന്ധുക്കളും പൗരന്മാരും എന്താണ് അബീമലേക്കിന് സമ്മാനമായി കൊടുത്തത്? ബാൽബെത്തേറിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും 70 വെള്ളി നാണയം. അബീമലേക്കിൻ്റെ കയ്യിൽപ്പെടാതെ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട ജെറുബ്ബാലിൻ്റെ മകൻ ആര്? യോത്താം. ബാക്കി 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് അബീമലേക്ക് കൊന്നുകളഞ്ഞു. യോത്താം ഏത് മലയിൽ നിന്നാണ് അബീമലേക്കിന് മുൾപടർപ്പിലെ തീയ്ക്ക് തുല്യനാണെന്ന് വിളിച്ചു പറഞ്ഞത്? ഗെരിസിം മലയിൽ. അബീമലേക്കിനെയും ഷെക്കിം നിവാസികളെയും ശപിച്ചതാരാണ്? യോത്താം. യോത്താം എവിടേക്കാണ് പലായനം ചെയ്തത്? ബേറിൽ. എബേദിൻ്റെ പുത്രൻ ഗാൽ. ഷെക്കിമിൻ്റെ പിതാവ് ഹാമോർ. ഗാൽ അവൻ്റെ ആളുകളുമായി ഷെക്കിമിൽ വന്നിരിക്കുന്നു. നിനക്കെതിരെ നഗരവാസികളെ ഇളക്കുന്നു. ഇങ്ങനെ ആരെ അറിയിച്ചു? സെബൂൾ അബീമലേക്കിനെ. ഷെക്കിം നിവാസികൾ വയലിൽ പോയപ്പോൾ അവരെ പതിയിരുന്ന് കൊന്നത് ആരാണ്? അബീമലേക്കും സൈന്യവും. അബീമലേക്ക് ഏത് കോട്ടവാതിൽ തീയിട്ട് എത്ര പേരെയാണ് കൊന്നത്? എൽബെരത്തിൻ്റെ ഗോപുരവാതിൽ 1000 പേരെ. നെഹബിലെ ഗോപുരവാസികൾ അബീമലേക്കിനെ ഭയന്ന് എന്തു ചെയ്തു? ഗോപുരത്തിൻ്റെ ഉള്ളിൽ കയറി. ഗോപുരം അഗ്നിക്കിരയാക്കാൻ ചെന്ന അബീമലേക്കിന് നേരെ തിരികല്ലും പിള്ള എടുത്ത് തലച്ചോർ ഉടച്ചത് ആരാണ്? ഒരു സ്ത്രീ. യഹൂദ പാരമ്പര്യമനുസരിച്ച് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് സാമുവേൽ. അബീമലേക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് തോല. എബ്രേം മലനാട്ടിൽ ഇസഹാക്കർ ഗോത്രത്തിൻ പൂവായുടെ പുത്രനാണ് തോല. 23 വർഷം ഭരിച്ച തോലയെക്കുറിച്ച് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം 10 എത്ര വാക്യമുണ്ട്? 2 വാക്യം. ജായർ എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി? 22 വർഷം.
ജായറിനെ അടക്കിയത് ഹാമോറിൽ. ജായറിന് ശേഷം ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? ജെഫത്ത. ഗിൽഗാലിൽ താമസിച്ചിരുന്ന ഇസ്രായേലിന് മക്കളെ മുഴുവൻ ആരാണ് കഠിനമായി പീഡിപ്പിച്ചത്? അമേന്യർ. കർത്താവ് എന്താണ് ഇസ്രായേലിനോട് പറഞ്ഞത്? ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. ഗിൽഗാദ് ഗോത്രത്തെ ശക്തനായ സേനാധിപതി ജെഫത്ത. പോയി തെരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ, കഷ്ടതയിൽ നിന്നും അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ആരോട് പറഞ്ഞു? കർത്താവ് ഇസ്രായേൽ ജനത്തോട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഈ വചനഭാഗം കേട്ടതിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ്.